വിവിധ തരം കേക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. പലർക്കും പല രീതിയിൽ ഉണ്ടാക്കാനും അറിയാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപയോഗിച്ച് പല രീതിയിൽ പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടില്ലാതെ കേക്കുകൾ തയ്യാറാക്കാം. എന്നാൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് സ്പോഞ്ചിയായ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിനായിട്ടുള്ള പാത്രങ്ങളും ഇൻഗ്രീഡിയൻസും എടുത്തു വെക്കുക. അളവുകളൊക്കെ കൃത്യമായിരിക്കണം. ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ ബേക്കിംഗ് പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി പൊടി തട്ടിയോ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഒന്നുകിൽ അവൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാനിൽ ഉപ്പിട്ട് സ്റ്റാൻഡ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏതാണേലും പ്രീ ഹീറ്റ് ചെയ്യുക. 1 കപ്പ് മൈദ 2-3 പ്രാവശ്യം അരിച്ച് അതും മാറ്റി വെക്കുക. അതിനുശേഷം 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ശ്രദ്ധയോടെ സെപ്പറേറ്റ് ചെയ്യുക. മുട്ടയുടെ വെള്ളയിൽ ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ടവെള്ള നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. ഇതെല്ലാം എടുക്കുന്ന പാത്രങ്ങൾ ഡ്രൈ ആയിരിക്കണം. ഇവിടെ ബേക്കിംഗ് പൗഡർ ചേർക്കാത്തത് കൊണ്ട് വെള്ളം നന്നായി പതച്ചെടുക്കണം. വെള്ളം നന്നായി പതഞ്ഞതിന് ശേഷം 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. മിക്സിയിലൊക്കെ അടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടുകയില്ല. ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബീറ്ററോ ഉപയോഗിക്കണം. ഈ രീതിയിൽ മുട്ടയുടെ വെള്ള പതപ്പിച്ചിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം മുട്ടയുടെ യെല്ലോ പാർട്ടിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. ഇത് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തതുപോലെ ചെയ്യണ്ട, എല്ലാം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ സിന്നമൺ പൗഡർ ഉണ്ടെങ്കിൽ അതും ഈ സമയം 1 നുള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും മിക്സ് ആക്കുക. വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പൊടിയിൽ 1/2 പാർട്ട് മഞ്ഞയിലോട്ട് മിക്സ് ചെയ്യുക. ബാക്കി പകുതി പൊടി വെള്ളയിലിട്ട് കൊടുക്കണം. അത് ഈ മുട്ടയിൽ മഞ്ഞ മിക്സ് വെള്ളയിലിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഇടാനായിട്ട്. അപ്പോൾ ബാക്കി പൊടി ഞാൻ വെള്ള മിക്സിൽ ഇടുന്നുണ്ട്. എന്നാൽ മഞ്ഞ മിക്സിൽ ഇട്ട പൊടിയുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല. അത് ഇതിനു മുമ്പേ അതിനകത്ത് ഇട്ടിരുന്നു. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഒത്തിരി ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട, ഒരു സ്പാറ്റുല കൊണ്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒഴിച്ചതിന് ശേഷം പാത്രം നന്നായിട്ട് 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റഡ് പാത്രത്തിൽ 35 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അവനുള്ളവർ അതിലും ചെയ്യുക. ഇനി 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാം നല്ല സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ മാറ്റുക. നല്ല സ്പോഞ്ചി ടേസ്റ്റി കേക്ക്, അതും ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്ത ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന സിമ്പിൾ കേക്ക് ഇവിടെ തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.